ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടനും കൂടി ഒന്ന് അമർത്തിക്കൊള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷാനവാസും അതുപോലെ അനുമോളും കൂടി അടി നടക്കുകയാണ്. അതിന് മുന്നേ തന്നെ അവരെ നൂറ ഗ്രൂപ്പായിട്ടൊക്കെ തിരിച്ചു. ഓരോ വെസൽ ടീം അക്ബറും അതുപോലെ തന്നെ നെവിനും ആക്കി, അതുപോലെ അനുമോളും സാബുമാനും ആദിലയും കൂടി കിച്ചൺ ടീമിലേക്ക് നൂറാക്കി. അതുപോലെ തന്നെ ഫ്ലോറും ടോയ്ലറ്റും കൂടി ഷാനവാസും അനീഷും കൂടി ചെയ്യണമെന്ന് പറഞ്ഞ് ആക്കി. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ അനുമോൾ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, എനിക്ക് ബാത്റൂമിൻ്റെ കാര്യം കുറേ പറയാനുണ്ട്. കഴിഞ്ഞ വട്ടം ഞാനാണ് കുറേ ടിഷ്യൂ പേപ്പർ കൊണ്ടിട്ടതും അങ്ങനെ ഇങ്ങനെ ടിഷ്യൂ പേപ്പറിൻ്റെ കാര്യങ്ങളും ബാത്റൂം വൃത്തിയില്ലാത്ത കാര്യങ്ങളൊക്കെ പറയാൻ നിൽക്കുകയാണ്. അപ്പോൾ നൂറ് പറയുന്നുണ്ട്, അനുമോള് ബാത്റൂം ടീമല്ലല്ലോ, കിച്ചൺ ടീമല്ലേ, അപ്പോൾ കിച്ചൺ ടീമിൻ്റെ കാര്യം നോക്കിയാൽ മതി, ബാത്റൂം ടീമിൻ്റെ കാര്യം ഞാൻ അവരായിട്ട് നോക്കി ചെയ്തോളാം, ഞങ്ങൾ നന്നായി ചെയ്തോളാം എന്നല്ല. അപ്പോൾ അനുമോള് പറയല്ലേ, എനിക്ക് കുറേ കാര്യം പറയാനുണ്ട്. അപ്പോൾ ബാത്റൂം ടീമിൻ്റെ ആൾ ഷാനവാസും അനീഷുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, നീ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണ്ട, ഞങ്ങളുടെ കാര്യം നന്നായി ചെയ്തുകൊള്ളാം, ബാത്റൂം ടീം ഞങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. ആദ്യം തന്നെ നീ നിൻ്റെ ആ മുക്കി വെക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ, ഓരോ ബാത്റൂമിലും നിൻ്റെ തുണികൾ മുക്കി വെക്കുന്ന സ്വഭാവം അത് ആദ്യം മാറ്റ്. അത് കാരണം ഞങ്ങൾക്ക് ബാത്റൂമിൽ കയറി കുളിക്കാൻ പറ്റുന്നില്ല. ഇന്ന് വരെ രാവിലെ ഞാൻ കുളിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ടാണ് കുളിച്ചത്. നീ ഒരു ബക്കറ്റിൽ നിറച്ച് മുക്കി വെച്ചേക്കണം. ശരിയാണ്, അനുമോൾ എന്നും രാത്രി കുളിച്ച് ബക്കറ്റിൽ മുക്കി വെച്ചിട്ട് അനുമോൾ പോവും. പിറ്റേ ദിവസം ആ ബാത്റൂമിൽ കുളിക്കാൻ കയറണവർ വേണം. അത് നമ്മുടെ ലക്ഷ്മിയായിട്ടൊരു അടി നടന്നതാണ്, അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ഒരു 5 മിനിറ്റ്സ്, അതായത് ഇന്നലെ വെച്ചതാണ്. അപ്പോൾ ഷാനവാസ് പറയുന്നത് 5 മിനിറ്റ്സേ വെക്കേണ്ടോ ഉജാലയിൽ മുക്കിയിട്ട്. അപ്പോൾ അനുമോൾ പറഞ്ഞാൽ ഉജാലയിൽ മുക്കി വെച്ചതാണ് അത്. അപ്പോൾ എത്ര വലിയ തെറ്റുണ്ട്, ഒരു ഷർട്ട് മാത്രമേ ഉള്ളൂ, അതങ്ങോട്ട് കയ്യിൽ പിഴിഞ്ഞങ്ങോട്ട് ഇടായിരുന്നില്ലേ എന്ന്. അതെന്ത് വർത്തമാനമാണ്, ആളുടെ ഡ്രസ്സ് മുക്കി വെച്ചിട്ട് അങ്ങോട്ട് ഇടായിരുന്നില്ലേ എന്ന്. അനുമോൾക്ക് എന്താണ് വേറെ അവിടെ പണിയുള്ളത്, സ്വന്തം കാര്യം സ്വന്തമായിട്ട് നോക്കുക തന്നെ വേണം. അപ്പോൾ ഷാനവാസ് പറഞ്ഞു, എനിക്കത് പറ്റില്ല, എനിക്ക് അങ്ങനെ ഇടാൻ വേണ്ടി പറ്റില്ല. ഞാനിന്ന് ആ ബാത്റൂമിൽ കയറി കുളിക്കാൻ നോക്കിയപ്പോൾ നിൻ്റെ ഡ്രസ്സാണ് അവിടെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അപ്പം അനുമോൾ പറയാം, അപ്പോൾ അടുത്ത ബാത്റൂമിൽ കയറി കുളിക്കായിരുന്നില്ല, എന്തിനാ ഈ ബാത്റൂം തന്നെ വേണമെന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് 2 ബാത്റൂമും, ഒരു ബാത്റൂമിൽ ആളാണ്, മറ്റേ ബാത്റൂമിൽ നിൻ്റെ തുണിയാണ്, എന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് മറ്റേ ബാത്റൂമിൽ കയറി ഞാൻ കുളിച്ചത്. അത്രയും നേരം എൻ്റെ വെയിറ്റിംഗ് ആയിട്ട് നിൽക്കുക. അപ്പോൾ എന്തിനെത്ര വെയിറ്റ് ചെയ്യാൻ പോയത്, എൻ്റെ ഡ്രസ്സ് എടുത്തൊന്ന് പുറത്തേക്ക് ഇട്ടാൽ മതിയായിരുന്നില്ലേ, ഒരു ഷർട്ട് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, കുറേയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് അനുമോളുടെ വക. അങ്ങനെ ഷാനവാസും അനുമോളും തമ്മിൽ ഭയങ്കര അടിയായി. അനുമോളുടെ ഒരു തരത്തിലും ന്യായമില്ല. എന്ത് കാര്യം, ഇത് എന്നും പറയുന്ന കാര്യങ്ങളാണ്, ഇങ്ങനെ ഇടരുത്. പക്ഷെ അനുമോൾ എന്നും അത് തന്നെ ചെയ്യുന്നുണ്ട്. എന്താണ് അങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ നോമിനേഷനിൽ ഏറ്റവും അധികം വന്നത് ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞു 8 തവണ വന്നത് നെവിനും അനുമോളുമാണ്. അതുകൊണ്ട് ഇവർക്കൊരു ഗിഫ്റ്റ് 25 മുട്ട വീതം ഗിഫ്റ്റ് ഉണ്ടെന്ന് പറയുന്നു. അതുപോലെ ഏറ്റവും കുറവ് നോമിനേഷനിൽ വന്നത് അനീഷാണെന്ന് പറയുന്നു. അതുകൊണ്ട് 5 ലിറ്റർ പാലുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അത് അവർക്ക് ഭയങ്കര ഒരു ബെനിഫിറ്റായി, അവർക്ക് സന്തോഷമായി. കാരണം